പ്രണവ് മോഹൻലാലിന്റെ ഡയസീറ ഈസ് ഓവർ ഹൈപ്ഡ്. ഇറ്റ്സ് എ ഗുഡ് മൂവി. പക്ഷേ തിയേറ്റർ കത്തിക്കുന്ന ഐറ്റം എന്ന എക്സ്പെക്ടേഷനിൽ സിനിമ കാണാതിരിക്കുക. ഓവറോൾ ഒരു 7.5 ഔട്ട് ഓഫ് 10 കൊടുക്കുക. മോഡേൺ ഹൊറർ ജോണറിൽ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ഡയസീറ. ഭൂതകാലം, ഭ്രമയുഗം എന്നീ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമാണ് സിനിമയുടെ. സിനിമ ഇതുവരെ കാണാത്തവരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കാതെ ഒരു ഡീസന്റ് ഹൊറർ മൂവി എന്നൊരു മൈൻഡിൽ രാത്രിയിൽ പോയി കണ്ടാൽ നന്നായിട്ട് വർക്കാവും. പിന്നെ മാക്സിമം 10-12 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായിട്ട് പോവാതിരിക്കുക. കാരണം സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്ന സീൻ തൊട്ട് അവസാനം വരെയും സൗണ്ട് എഫക്ട്സും ഷോട്ടുകളും സൈലൻസും ആക്ടേഴ്സിന്റെ ചില നോട്ടങ്ങൾ വരെ ഹൊറർ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സിനിമ പോകുന്നത്. ഒരുപാട് പേടിപ്പിക്കുന്ന സീനുകളൊന്നുമില്ല, പക്ഷെ ടെൻഷൻ നന്നായിട്ട് ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് വിഷ്വൽസും സൗണ്ട് എഫക്ട്സും എല്ലാം. അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ആദ്യമേ അറിയാൻ ചാൻസ് ഉണ്ട്. യൂഷ്വലി ഉള്ള ഹൊറർ ടെംപ്ലേറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സിനിമയുടെ പ്രസന്റിങ് സ്റ്റൈല്. ഓവറോൾ പറഞ്ഞാൽ ഒട്ടും ലാഗില്ലാതെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന, വലിയ ക്ലീശ ഒന്നും ഫീൽ ചെയ്യിക്കാത്ത രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ് ഡയസീറ. ഇന്ത്യൻ ഹൊറർ മൂവീസിൽ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം. പ്രസന്റിങ് സ്റ്റൈലും ടെക്നിക്കൽ സൈഡ് കൊണ്ടും ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉള്ള മൂവിയാണ് ഡയസീറ. എന്നിട്ടും എന്തുകൊണ്ട് ഓവർ ഹൈപ്ഡ് എന്നൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തു അവസാനം പറയാം. സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, ഈ 3 ഫാക്ടേഴ്സുമാണ് സിനിമയുടെ പില്ലർ. കാരണം സാധാരണയുള്ള ഹൊറർ പാക്കേജിൽ നിന്നും വ്യത്യസ്തമാണ് സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഒക്കെ. ഒരു അർബൻ സെറ്റിംഗ് ആണ് ഈ സിനിമയിലേത്. ഈ ഭാർഗവി നിലയം പോലുള്ള ബംഗ്ലാവുകളോ അല്ലെങ്കിൽ മിസ്റ്ററി ഫീൽ എടുപ്പിക്കുന്ന തരത്തിലുള്ള വീടുകളോ ഒന്നും അല്ലാണ്ട് വളരെ നോർമൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ പ്രണവ് അവതരിപ്പിക്കുന്ന റോഹൻ എന്ന ക്യാരക്ടർ പക്ക റിച്ച് ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സിൽ ഒരാള് പൂജയും ആവാഹന ക്രിയകളും ഒക്കെ ചെയ്യുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സാധാരണക്കാരനാണ്. സോ ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ടിൽ പ്രേതത്തിന്റെ പ്രസൻസും ഹോണ്ടിങ് ഒക്കെ കൺവിൻസ് ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ആ കാര്യത്തിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നതിൽ ഈ 3 ഡിപ്പാർട്ട്മെന്റും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സീനിയുടെ ഡെപ്തും ടെൻസ് ഫീലും ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലൈറ്റിങ്ങും ഷോട്ടുകളും, അതിനെ എൻഹാൻസ് ചെയ്യുന്ന സൗണ്ട് എഫക്ട്സും, അതുപോലെ തന്നെ എഡിറ്റിങ്ങും സീൻ ടു സീൻ ട്രാൻസിഷൻ ഒക്കെ നല്ലതായിരുന്നു. വിഷ്വലും മ്യൂസിക്കും എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ആയതുകൊണ്ട് തന്നെയാണ് പകൽ സമയത്ത് പോലും പ്രേതത്തിന്റെ പ്രസൻസ് ഫീൽ ചെയ്യിക്കുന്ന സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് തിയേറ്ററിൽ വർക്കായി. സിനിമാറ്റോഗ്രഫി ഷെഹനാസ് ജലാൽ, എഡിറ്റിംഗ് ഷാഫി മുഹമ്മദ് അലി, സൗണ്ട് ഡിസൈൻ ജയദേവൻ എന്നിവരാണ് ക്രൂ. സിനിമയുടെ നെഗറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് സ്ക്രിപ്റ്റ് കുറച്ച് വീക്കായിരുന്നു. പല സീനുകളും കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആയിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്ന തരത്തിൽ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ആക്കാരെന്ന് തോന്നി. എസ്പെഷ്യലി ഫസ്റ്റ് ക്ലൈമാക്സിലെ പോർഷൻസ് ഒക്കെ, ആ ഒരു ഭാഗം വന്നപ്പോൾ പ്രേതത്തിന് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും. ആക്ടീവ് വൈസ് പ്രണവ് മോഹൻലാൽ എന്ന നടന്റെ സിനിമ എന്ന് തന്നെ പറയാം. പ്യൂർ നെപ്പോക്കിഡായിട്ട് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വന്ന് തൻ്റെതായൊരു സ്പേസ് ഈ സിനിമയിലൂടെ പ്രണവ് നേടിയെടുത്തു. ഒരു ഭാഗത്ത് പോലും കഥാപാത്രത്തിന്റെ നേച്ചർ ഒട്ടും കൈവിട്ടു പോകാത്ത രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും പ്രണവിന്റെ ആക്ടിങ് എടുത്തു പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ആക്ടിങ് അരുൺ അജുകുമാറിൻ്റെതാണ്. പുള്ളി ചെയ്ത ക്യാരക്ടറിന്റെ ചേച്ചിയുടെ മരണമാണ് ഇതിന്റെ ഒരു ബേസിക്സ്. എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേതൊരു വികാരത്തെക്കാളും നമുക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഏറ്റവും പ്രയാസമായിട്ടുള്ളത് നമ്മൾ മെന്റലി കൊളാപ്സ്ഡ് ആവുന്ന അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് അറിയാത്ത രീതിയിൽ നമ്മൾ ഓക്കെ ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുന്നതൊക്കെ വളരെ നന്നായിട്ട് അരുൺ അജുകുമാർ ചെയ്തിട്ടുണ്ട്. ആകെ കുറച്ച് സീനേ പുള്ളിക്ക് സിനിമയുള്ളൂ, പക്ഷെ ഉണ്ടായിരുന്ന സീനുകളിലെ എക്സ്പ്രഷൻസും ഡയലോഗ് ഡെലിവറി എല്ലാം നമുക്ക് നന്നായിട്ട് കണക്ട് ആവുന്ന രീതിയിലായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ജിബിൻ ഗോപിനാഥും ജയാക്കുറുപ്പും. സിനിമ കൊണ്ടുപോകുന്നതും അത് കംപ്ലീറ്റ് ആകുന്നതും ഇവരുടെ ആക്ടിങ്ങിലാണ്. ഓക്കെ, സോ ഫൈനലി ഇത്രയൊക്കെ ആയിട്ടും പിന്നെ എന്തുകൊണ്ട് ഓവർ ഹൈപ്ഡ് എന്നൊരു വേർഡ് സിനിമയെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തു? ഒരിക്കലും അതൊരു മോശം സിനിമ ആയതുകൊണ്ടല്ല ഞാൻ ഓവർ ഹൈപ്ഡ് എന്ന് പറഞ്ഞത്. ഒരു ജനറൽ ഹൊറർ മൂവി എന്നതിനേക്കാളും കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണ് ഡയസീറ. യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഒരു ഹൊറർ പാറ്റേൺ അല്ല സ്റ്റോറി പ്രസന്റ് ചെയ്യാൻ സംവിധായകൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോളിവുഡ് പടങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കിത് വലിയ കാര്യമായിട്ട് തോന്നില്ല, പടം വർക്കായെന്നും വരില്ല. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് സിനിമ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം റിയലിസ്റ്റിക് ആയിട്ടാണ് സ്റ്റോറി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിൽ പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള ആളായിട്ട് കൂടിയും അയാളുടെ പ്രണവിന്റെ ക്യാരക്ടർ തന്നെ പ്രേതം ഹോണ്ട് ചെയ്യുന്നെന്ന് പറയുമ്പോൾ
യൂഷ്വലി ഹോമം വേണം എന്ന് പറയാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കൺവിൻസ്ഡ് ആവുന്ന രീതിയിൽ സാധാരണ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുക ആ ഒരു രീതിയിലാണ് പുള്ളിയും റിയാക്ട് ചെയ്യുന്നത്. ആ ഒരു സീനിൽ നിന്ന് തന്നെ സിനിമയുടെ നേച്ചർ എന്താണ്, ഏത് രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നതും എന്ന് മനസ്സിലാകും. അതുകൊണ്ട് ആ ഒരു നേച്ചറിൽ തന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്ത് സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഗൂസ് ബംസ് സീനോ അല്ലെങ്കിൽ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടോ ഈ പ്രേതവും മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ പ്രതീക്ഷിച്ച് അത് കിട്ടാണ്ട് വരുന്നതിൻ്റെ ഒരു നിരാശയൊന്നും ഉണ്ടാവില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഓവർ ഹൈപ്പ് കൊടുത്ത് ഈ തിയേറ്റർ കത്തിക്കാനുള്ള ഐറ്റം കമൻസിലൊക്കെ പറയുന്ന കണക്ക് വെക്കട ഇതിന്റെ മേലെ വരണം എന്ന തരത്തിലുള്ള റെസ്പോൺസുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഇത്തരത്തിൽ സിനിമയുടെ യഥാർത്ഥ നേച്ചർ മനസ്സിലാവാണ്ട് മറ്റു കാര്യങ്ങളിൽ ഇതുപോലെ ഓവർ ഹൈപ്പ് കൊടുത്ത് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകർ ഒരു കോൺചറിങ് പോലത്തെ ഐറ്റമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ പണിപ്പാളും. ഹോളിവുഡിലും ബോളിവുഡിലും സാധാരണ കാണുന്ന പോലെ പേടിപ്പിച്ച് ഞെട്ടിക്കുന്ന തരത്തിലുള്ള സീനുകളല്ലാണ്ട് ടെൻസ് ഫീലാണ് ഇതിനകത്ത് കൂടുതലായിട്ടും ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് പക്ക ഹൊറർ എന്റർടൈനർ എന്നൊരു ആസ്പെക്റ്റിൽ സിനിമ കാണാതെ സിനിമയുടെ തുടക്കം നിങ്ങൾക്ക് എന്ത് ഫീലാണോ കിട്ടുന്നത് ആ ഒരു ഫീലിൽ തന്നെ സിനിമ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂവിയുടെ അത് മേക്ക് ചെയ്തിരിക്കുന്ന അതേ ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും.